പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾ തട്ടിക്കളയരുത്. കാരണം ഒരു ദയനീയമായ അവസ്ഥ പറയാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് തന്നെയാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട്. ഇന്ന് 23-ാം തീയതി ബുധനാഴ്ച രാവിലെ 11 മണി ഷിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിലാണ് കഥ നടക്കുന്ന സ്ഥലം. തിരൂര് പൂങ്ങോട്ടുകുളം ഷിഹാബ് തങ്ങൾ ഹോസ്പിറ്റലാണ് കഥ നടക്കുന്ന സ്ഥലം. ഞാൻ എൻ്റെ മോനെയും കൊണ്ട് പോയതാണ്. അവൻ്റെ കൈക്ക് ഒരു വണ്ടിമെന്ന് വീണിട്ട് ഒരു മുറിവുണ്ടായിരുന്നു, തള്ളവിരലിൻ്റെ അവിടെ. കുറച്ചൊക്കെ സ്ക്രാച്ച് അപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു അത് തുന്നണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് തുന്നാന്ന് തീരുമാനിച്ചു. ഞങ്ങൾ ടോക്കൺ എടുക്കാൻ നേരത്ത് 320 രൂപ അവർ വാങ്ങുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ ഫീസാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊടുത്തു. ഡോക്ടറെ അടുത്ത് വന്നു. ഡോക്ടർ ഇതൊക്കെ നോക്കിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തുന്നിയെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയി. ഇന്നലെയാണത് ആക്സിഡൻറ്റ് സംഭവിച്ചത്. മറ്റൊരു ഹോസ്പിറ്റലിൽ മുറി കെട്ടിയാണ് വന്നത്. ആ കെട്ടയച്ചേക്കെന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടയച്ച് ഒരു പുതിയ തുന്നിടാന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്നു. കുറേ കഴിഞ്ഞപ്പം മറ്റൊരു റൂമിലേക്ക് ഇങ്ങനെ ഞങ്ങളെ റെഫർ ചെയ്തു. അവിടെ കൊണ്ടുപോയി കിടത്തി. അപ്പോൾ ഈ തുന്നയച്ചിട്ട് ഈ കെട്ടയച്ച ഭാഗത്തുനിന്ന് ഇത് ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട്. ബ്ലഡും നീരൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ അവർക്ക് നല്ല വേദനയുണ്ട്. അങ്ങനെ കുറേ നേരത്തിന് അവിടെ കിടന്നു. ഒരു അരമണിക്കൂറോളം കിടന്നു. ആരുമില്ല വന്ന് നോക്കാം. ഞങ്ങളവിടെ കിടന്നു. ഞങ്ങളടുത്തുണ്ടായിരുന്ന ബില്ലും കാര്യങ്ങളൊക്കെ അവർ വാങ്ങി വെക്കുകയും ചെയ്തു. ഓക്കെ. അങ്ങനെ കാണാതായപ്പോൾ ഞാൻ വിളിച്ചു അവരെ. സ്വാഭാവികമായിട്ടും വിളിക്കണമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളെ കൊടുന്ന് കിടത്തിയ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു, ഈ കസാരയിൽ ഉരുട്ടി കൊടുന്ന്. അവരോട് ചോദിച്ചപ്പോൾ നിങ്ങളടുത്ത് ഇത്രയും നേരമായിട്ട് വന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളവിടെ പോയിട്ട് ഒരു സ്ത്രീ ഉണ്ട്, സോന എന്നാണ് അവരുടെ പേര്, അങ്ങനെയാണ് പരിചയപ്പെടുത്തി. അവരടുത്ത് പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വരും, ഇവിടെ തിരക്കുണ്ട്, അങ്ങനെ പെട്ടെന്ന് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ അങ്ങനെ പറയത്തക്ക ഒരു തിരക്കുമില്ല. അങ്ങനെ വീണ്ടും വന്ന് കിടന്നു. അവിടുന്ന് വീണ്ടും കുറേ സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ പോയി ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു എന്താ വേണ്ട, ഞങ്ങൾ ടോക്കൺ എടുക്കാൻ നേരത്ത് 320 രൂപ കൊടുത്തെന്ന് പറഞ്ഞല്ലോ, അത് റീഫണ്ട് ചെയ്തേക്ക്, അത് ഞങ്ങൾക്ക് തിരിച്ചു തരണം. അപ്പോൾ അതിനൊരു ടോക്കൺ നമ്പർ തന്നിട്ടുണ്ട്. ആ ടോക്കൺ നമ്പറുമല്ലോ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ക്യാഷ് തരാൻ പറ്റില്ല. കൗണ്ടറിൽ ഇരിക്കുന്നവർക്ക് കാശ് തരണമെന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു ലേഡി അവിടെ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, പിന്നെ എന്താണ് വിഷയം, ഞങ്ങളിപ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എത്ര സമയമായി, 3/4 മണിക്കൂറായി, ഇനിയിപ്പോൾ ചെയ്യണമെന്നില്ല, ഞങ്ങളൊരു മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകാം, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതിന് നിങ്ങൾ ചെയ്തു തന്നാൽ മതി, ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഈ പൈസ ഞങ്ങൾ റീഫണ്ട് ചെയ്യണം. അപ്പോൾ തന്നെ അവിടെ അതിൻ്റെ PR എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു എന്താണ് നിങ്ങളുടെ വിഷയം. അപ്പോൾ പിന്നെ ഇവരെല്ലാവരും കൂടെ ഒരു ഇതായിട്ട് ഞങ്ങളെന്തായാലും ഇങ്ങനെ പിരിഞ്ഞ് പോവുകയാണല്ലോ. അപ്പോൾ ഇത് ഞങ്ങളെക്കുറിച്ച് വേണ്ട ആരോപണങ്ങളൊക്കെ അവർ തമ്മിൽ പറഞ്ഞുണ്ടാക്കി. അത് ഞാൻ കാണുന്നുണ്ട്. അവരെല്ലാവരും കൂടെ ഒരു സെറ്റാണ്. അപ്പോൾ അവർ വന്നിട്ട് പറയും എന്താ നിങ്ങളെ പ്രശ്നം. ഞാൻ പറഞ്ഞു ഇതാണ് പ്രശ്നം, നിങ്ങൾക്കിത് ചെയ്തു തരാനും കഴിഞ്ഞിട്ടില്ല, ഞങ്ങളെ ക്യാഷും തരുന്നില്ല, അപ്പോൾ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ക്യാഷ് മതി, ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. അപ്പോഴാണ് ഈ PRO എന്ന് പറയുന്ന അവിടുത്തെ മാനേജർ എന്നാണ് അയാൾ എന്നെ പരിചയപ്പെടുത്തിയത്. സൈനുദ്ദീൻ എന്നാണ് പേര്. ഇനിയിപ്പോൾ കളവ് പറഞ്ഞതാണെന്ന് അറിയില്ല. അയാളെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയും. അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ ധൃതിയൊന്നും കൂട്ടണ്ട, ഇങ്ങനെ ഒച്ചവും വിളിയൊക്കെ ഉണ്ടാക്കുന്ന ആളുകളെ ഒതുക്കാൻ ഞങ്ങളടുത്ത് ആളുകളുണ്ട്. ഒച്ചവിളിയൊക്കെ ഉണ്ടാക്കുന്ന ആളുകളെ ഒതുക്കാൻ ഞങ്ങളുടെ കൈവശം ആളുകളുണ്ട്, ആയതുകൊണ്ട് പൊയ്ക്കോളി. ഞാൻ പറഞ്ഞു പൈസ തരണം. പൈസ ഒന്നും കിട്ടില്ല. ഒരു ലേഡിയും ഇയാളും കൂടിയാണ് പറയുന്നത്, പൈസ ഒന്നും തരില്ല, അത് ഡോക്ടർ പരിശോധിച്ചല്ലോ. ഞാൻ പറഞ്ഞു ഡോക്ടർ പരിശോധിച്ചു, പക്ഷെ ചികിത്സ കിട്ടിയിട്ടില്ലല്ലോ. പരിശോധന ചികിത്സയിൽപ്പെട്ടതല്ലല്ലോ, ബാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യണ്ടേ. അങ്ങനൊരു അനുഭവം അവിടെ നിന്നുണ്ടായി. ഇതേതായാലും 4 മിനിറ്റോളം ഈ വർത്താനമുണ്ട്. ഇത് എൻ്റെ ഒരു സങ്കടകരമായ സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവച്ചതാണ്. ഇങ്ങനെ കൊള്ളയടിക്കാനാണ് ഷിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ തുറന്നു വെച്ചിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. ഇത് നടത്തിപ്പുകാരല്ലേ ഇതിൻ്റെയൊക്കെ ആളുകൾ. ഈ ഹോസ്പിറ്റൽ നിലനിൽക്കണമെന്നും ഈ ഹോസ്പിറ്റലിൽ നമുക്ക് ആവശ്യമാണെന്നൊക്കെ വിചാരിച്ച കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് ഞാനും. അതിലേക്ക് ഫണ്ട് കൊടുത്ത പലവരെ കൊണ്ട് ഫണ്ട് ഇടിപ്പിക്കാനൊക്കെ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയാണ് എനിക്ക് അവിടെ നിന്നുണ്ടായത്. എനിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരന് ഉണ്ടാകുന്ന ഒരു വിഷയം തന്നെയാണ്. എത്രയോ ആളുകൾ ഇതുപോലെ മിണ്ടാതെ പോകുന്നുണ്ടല്ലോ. അവസാനം എൻ്റെ മോൻ പറഞ്ഞു, ഇപ്പോൾ അവർ ആ പൈസ എടുത്തോട്ടെ, നിങ്ങൾ പോരെ, നമ്മൾ പോകാം. അങ്ങനെ അവൻ്റെ നിർബന്ധത്തിന്, അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അവരോട് പറഞ്ഞു നിങ്ങൾ പോലീസിനെ വിളിച്ചോളൂ, കുറ്റക്കാരൻ ഞങ്ങളാണെങ്കിൽ അത് കാണാമല്ലോ, അല്ലെങ്കിൽ നിങ്ങളാണ് കുറ്റക്കാരൻ, അതിന് നീതി ഉണ്ടാവുമല്ലോ.
അപ്പോഴാണ് അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, അതിനൊന്നും നേരെ ഉണ്ടാവില്ല, നിങ്ങളൊക്കെ ഒതുക്കാനുള്ള ആളുകൾ ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ടീമിനെ വെച്ചിട്ടാണ് ഇവർ ഈ PRO വർക്ക് ചെയ്യുന്നതെങ്കിൽ എത്ര കാലം ഉണ്ടാകും ഒന്ന് ആലോചിക്കണം. എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ പറ്റുമെങ്കിലൊന്ന് ഷെയർ ചെയ്യും. വല്ലാത്തൊരു സങ്കടകരമായ ആ വാക്ക്, അവർ പൈസ തിരിച്ചു തന്നില്ല, ചികിത്സ നടത്തിയില്ല, അതെല്ലാം വിട്ടുകളഞ്ഞു. ആ വാക്കുണ്ടല്ലോ, ഒതുക്കിക്കളയുമെന്ന് പറയുന്ന വാക്ക്, അത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന വാക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും 5.5 മിനിറ്റ് നിങ്ങളിത് കണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്ദിയുണ്ട്. നിങ്ങളിത് ഷെയർ ചെയ്യണം പ്ലീസ്.